ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഭാഗത്തിലെ അടുത്തൊരു സിസ്റ്റമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഓവർവ്യൂവിലേക്ക് വരാൻ എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അതിൻ്റെ കണ്ടൻറ്റുകൾ എന്താണെന്നുള്ളതാണ്. നമുക്കതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മേജർ ഓർഗൻസ് എന്തൊക്കെയാണ് വരുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ പ്രധാന ഓർഗൻസ് വരുന്നത് മൗത്ത് വരുന്നുണ്ട്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻസ്, അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻസ്. ഇനി അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗൻസാണ് ലിവർ, ഗാൾ ബ്ലാഡർ, അതുപോലെ തന്നെ പാൻക്രിയാസ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മേജർ പാർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 പാർട്ടായിട്ടാണുള്ളത്. മേജർ ഓർഗൻസും ഉണ്ട്, അതുപോലെ തന്നെ അസസറി ഓർഗൻസും ഉണ്ട്. അപ്പം നമുക്കറിയാം ദഹനേന്ദ്രിയ വ്യവസ്ഥ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ വരെ പഠിച്ചിട്ടുള്ളതാണ്. ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ എന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരം, അത് കൃത്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്നതും, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജം, അതുപോലെ തന്നെ നമുക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിറ്റാമിൻസ്, അതുപോലെ തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രധാനമായിട്ട് നമുക്കതിൻ്റെ എന്തൊക്കെ ഓർഗൻസാണ്, ആ ഓരോ ഓർഗൻസിനും ഓരോ ധർമ്മമുണ്ട്. ഈ വ്യവസ്ഥയിൽ ഓരോ ഓർഗൻസിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ വരുന്നത് മൗത്താണ്. നമ്മൾ എവിടെയാണ് ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നത് തന്നെ നമ്മുടെ മൗത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മൗത്തിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, മേജർ ഓർഗൻസിൽ ഫസ്റ്റിൽ വരുന്നത് മൗത്താണ്. അപ്പോൾ മൗത്തിൽ നമുക്കറിയാം, അതിൽ കൊടുത്തിരിക്കുന്നത് മൗത്തിൻ്റെ pH എത്രയെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. മൗത്തിൻ്റെ pH 7 ആണ്. മൗത്തിലെ pH ലെവൽ 7 ആണ് വരുന്നത്. അതിൽ പറയുന്നത് പോലെ തന്നെയാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ടാണ് അത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ എൻട്രി പോയിൻ്റാണ് മൗത്ത്. ഓക്കെ, ഇനി അതിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ എന്താണ് മൗത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആദ്യമേ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ്, പല്ലുകളാണ്, ടീത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ടീത്തിൻ്റെ നമ്മൾ അത്രയ്ക്കാണ്ട് വിശദമായിട്ട് പോകുന്നില്ല, പക്ഷേ എന്നാലും കൂടെ നമുക്ക് അറിയാം അഡൽട്ടിന് 32 പല്ലുകളാണ് അഡൽട്ട്സിലുള്ളത്. അപ്പം ഈ ടീത്തിന് തന്നെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പലതരം പല്ലുണ്ട്. അണപ്പല്ലുകളുണ്ട്, ഉളിപ്പല്ലുകളുണ്ട്, അതുപോലെ തന്നെ കോമ്പല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ വിവിധതരം പല്ലുകളുണ്ട്. അപ്പം ഓരോ പല്ലിനും ഇപ്പോൾ പല്ല് പ്രധാനമായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്, കടിച്ചു മുറിക്കാൻ, ടിയർ, ക്രഷ് ആൻഡ് ഗ്രൈൻഡ് ഫുഡ്. നമ്മുടെ പലതരത്തിലുള്ള മുന്നിലത്തെ പല്ലുകൾ കൊണ്ടാണ് നമ്മൾ കടിച്ച് പറിക്കുക, പിന്നെ അണപ്പല്ലുകൾ കൊണ്ട് ചവച്ചരയ്ക്കുന്നു. ഇതൊക്കെയാണ് പല്ല് ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ചെയ്യുന്ന ധർമ്മം. നമ്മുടെ ഭക്ഷണത്തെ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടത്തിവിടുന്നതൊക്കെ ഈ പല്ലുകൾ വഴിയാണ് നമ്മളതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി വിടുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫസ്റ്റിൽ വരുന്നത് ടീത്താണ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നത് സലൈവറി ഗ്ലാൻഡ്സ് ആണ്. എന്താണ് സലൈവറി ഗ്ലാൻഡ്സ്? എന്താണ്? പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് സലൈവ ഇൻടു ദി ഓറൽ കാവിറ്റി. ഓറൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്ത് തന്നെയാണ്. ആ മൗത്തിനകത്ത് ഈ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവറി ഗ്ലാൻഡ്സ് ആണ്. പറഞ്ഞാൽ ഉമിനീര് ഗ്രന്ഥികൾ. ഉമിനീര് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഈ ഫുഡ് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഫുഡ് ഫ്ലോ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ സലൈവ സഹായമാകുന്നുണ്ട്. അത് എന്താ പറയുന്നത്, മോയ്സ്ചൻ ദി ഫുഡിനെ മോയ്സ്ചൻ ചെയ്യും. അപ്പം കുറച്ച് ഹാർഡായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഒരു ദ്രവരൂപത്തിലുള്ളതാണെങ്കിൽ തന്നെ അതിനെ കുറച്ച് മോയ്സ്ചൻ ചെയ്തിട്ടാണ് നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്, സുഗമമായിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് അതിന് മോയ്സ്ചൻ ചെയ്യും. ഇനി അപ്പം നമുക്ക് ഇനി സലൈവിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ സലൈവയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയാണ്? ടയലിൻ ഉണ്ട്, അതിൻ്റെ മറ്റൊരു പേരാണ് പറയുന്നത് സലൈവറി അമിലേസ് ഉണ്ട്, തയാലിൻ എന്ന് പറയും. അപ്പം ഇത് എൻസൈം സലൈവയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനറിയാം ടയാലിനാണ്. അല്ലെങ്കിൽ തന്നെ ഇത് വേറെ ഓപ്ഷൻ തന്നെ കൊടുത്തിരിക്കാം, സലൈവറി അമിലേസ് എന്നും കൂടി പറയും. ഓക്കെ, അപ്പം ബിഗിൻസ് ഡൈജഷൻ ഓഫ് ഫുഡ് ഇൻ ടു ദി സ്മാളർ പോളിസാക്കറൈഡ്സ്. അതാണ് പറയുന്നത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്ത് വഴിയാണ്. അവിടെ മൗത്തിലുള്ളതാണ് സലൈവറി ഗ്ലാൻഡുകൾ. സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. അതിനകത്ത് സലൈവയിൽ ഉൾക്കൊള്ളുന്ന സലൈവയിൽ
അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ടയാലിൻ. അതിന് ടയാലിൻ തന്നെ എന്താ പറയുന്നത്, ബിഗിൻ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻടു സ്മാൾ പോളിസാക്കറൈഡ്. സ്റ്റാർച്ചിനെ അവിടെ വെച്ച് തന്നെ അത് ചെറിയ പോളിസാക്കറൈഡുകളാക്കിയിട്ട് മാറ്റും. ടയാലിനാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ മെക്കാനിക്കൽ ഡൈജഷനാണ്. മൗത്തിൻ്റെ ഫങ്ഷനിലേക്ക് വരുമ്പോൾ മെക്കാനിക്കൽ ഡൈജഷനാണ് വരുന്നത്. ഓക്കെ, ഇൻക്രീസിങ് സർഫസ് ഏരിയ ടു ഫാസ്റ്റർ കെമിക്കൽ ഡൈജഷൻ. ഫാസ്റ്റർ കെമിക്കൽ ഡൈജഷനിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ചെറിയ പാർട്ടുകളാക്കിയാൽ മാത്രമാണ് അതിനെ കൃത്യമായിട്ടുള്ള അതിൻ്റെ കെമിക്കൽ ഡൈജഷനിലേക്ക് ഈസി ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ്. ഇപ്പം നമ്മൾ മൗത്ത് കഴിഞ്ഞ് ഈ ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത് ഈസോഫാഗസിലേക്കാണ്. ഓക്കെ, നമ്മുടെ മൗത്തിനകത്ത് ടീത്ത് ഉണ്ട്, അതുപോലെ തന്നെ ടങ് ഉണ്ട്, നാവുണ്ട്, സലൈവറി ഗ്ലാൻസ് ഉണ്ട്, സലൈവ ഉണ്ട്. അപ്പം ഈ ടങ്ങിനെ കുറിച്ച് അതിനകത്ത് അധികം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ധർമ്മങ്ങൾ എന്താണ്, ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ ഹെൽപ്പ് മിക്സിങ് ആൾ സലൈവ വിത്ത് ഫുഡ്. നാവ് കൊണ്ടാണ് ഈ സലൈവ ഫുഡിലേക്ക് മിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്വോളോയിങ്, ചവയ്ക്കുന്നതിന് വേണ്ടി സഹായമാകും. സെൻസേഷൻ ഓഫ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാനും കൂടി സഹായമാകും. ഈ നാവാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗം. അപ്പം മൗത്ത് കഴിഞ്ഞ് അടുത്ത ഭാഗം വരുന്നത് ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് എന്ന് വരുമ്പോൾ ചിത്രത്തിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബാണ് കണക്റ്റിംഗ് ദി മൗത്ത് ടു ദി സ്റ്റൊമക്ക്. വായിൽ നിന്ന് നമ്മുടെ ആമാശയത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. നമ്മുടെ തൊറാസിക് ക്യാവിറ്റിക്കകത്തൂടെ ആണ് ഇത് നമ്മുടെ വായിൽ നിന്ന് ആമാശയത്തിലേക്ക് ഈ ട്യൂബ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ട്രക്കിയ നമ്മുടെ ലൈസ് ബിഹൈൻഡ് വിൻഡ് പൈപ്പ്, നമ്മുടെ ശ്വാസം എടുക്കുന്ന ആ ട്യൂബിൻ്റെ പുറകിലാണ് ഈസോഫാഗസ് ട്യൂബ് ചെയ്യുന്നത്. ഓക്കെ, ട്രക്കിയ ഹാസ് ആൻ എപ്പിഗ്ലോട്ടിസ്. അതിനാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ട്രക്കിയയിലേക്ക് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാൾവ് സെറ്റിങ്സ് ആണ്. അത് എന്തിനാണ്, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലേക്കുള്ള ആ എയർ ട്യൂബിലേക്ക് ഈ ഫുഡ് പാർട്ടിക്കിൾസ് എൻട്രി ചെയ്യാതെ സംരക്ഷിക്കുന്നത് ഈ എപ്പിഗ്ലോട്ടിസ് ആണ്. ഈ ട്രക്കിയയിലത്തെ എപ്പിഗ്ലോട്ടിസ് ആണ് പ്രിവെൻറ്റിങ് ഫുഡ് ഫ്രം എൻ്റർ ദി വിൻഡ് പൈപ്പ്. ആ വിൻഡ് പൈപ്പിലേക്ക് ഭക്ഷണം കടക്കാതെ സംരക്ഷിക്കുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. മൂവിങ് ദി ഫുഡ് ടു ദി ഈസോഫാഗസ് വെൽ സോളോയിങ്. നമുക്ക് ഈസോഫാഗസിലേക്ക് അത് സുഗമമായിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയും എപ്പിഗ്ലോട്ടിസ് സഹായമാകും. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഈസോഫാഗസ് കഴിഞ്ഞു. ഇനി അതിൽ തന്നെ ഇപ്പോൾ ഫുഡ് നമ്മുടെ മൗത്തിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ എപ്പിഗ്ലോട്ടിസ് ആണ് അതിന് സഹായമാകുന്നത് കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഫുഡ് ട്രാവൽസ് ഡൗൺ ടു ദി ഈസോഫാഗസ് ത്രൂ എ സീരീസ് ഓഫ് ഇൻവോളണ്ടറി റിഥമിക് കോൺട്രാക്ഷൻ കാൾഡ് പെരിസ്റ്റാൾസിസ് എന്ന് പറയും. ആ മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ്. ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ആ മൂവ്മെൻറ്റിന് ചെറിയ പോർഷനുകളായിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ആ മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ്. അതിന് ആ സീരീസ് ഓഫ് ഇൻവോളണ്ടറി റിഥമിക് കോൺട്രാക്ഷൻ ആണ് പറയുന്നത്. അതിന് പറയുന്നതാണ് പെരിസ്റ്റാൾസിസ് എന്നാണ് ആ മൂവ്മെൻറ്റിന് പറയുന്നത്. പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റാണ് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലേക്ക് ഫുഡ് പോകുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ദി ലൈനിങ് ഓഫ് ഈസോഫാഗസ് സെക്രേറ്റ് മ്യൂക്കസ്. ആ ഈസോഫാഗസിനകത്ത് മ്യൂക്കസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് കൃത്യമായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് സുഗമമായിട്ട് സ്റ്റൊമക്കിലേക്ക് ഇറങ്ങിപ്പോകുള്ളൂ. ടു സപ്പോർട്ട് ദി മൂവ്മെൻറ്റ് ഓഫ് ഫുഡ്. ആ ഫുഡിൻ്റെ മൂവ്മെൻറ്റിനും സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈസോഫാഗസ് മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യും. ഇനി അവിടെ നിന്ന് കഴിഞ്ഞു. അപ്പം മൗത്ത് നിന്ന് കഴിഞ്ഞു, ഈസോഫാഗസ് വഴി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണപ്പെടുന്ന ഒരു പ്രധാന പോർഷനാണ് ഈസോഫാഗിയൽ സ്പിഞ്ചർ. എന്താണ് ഈസോഫാഗിയൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിമ്പിളായിട്ട് പറയാത്തതാണ്. ചിത്രത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈസോഫാഗിയൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതേ ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവിടെ bolus reaches the stomach must pass through a muscular ringed valve called esophageal sphincter. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രിവെൻറ്റ് സ്റ്റൊമക് ആസിഡ് ഫ്രം ബാക്ക് ഫ്ലോയിങ് ഇൻ ടു ദി ഈസോഫാഗസ്. നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റൊമക്കിലുള്ള ആസിഡ് തിരിച്ച് ഈസോഫാഗസ് വഴി തിരിച്ച് റിട്ടേൺ
വരാതിരിക്കാൻ വേണ്ടിയിട്ട് തടയുന്നതാണ് ഈസോഫാഗിയൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞാൽ. ഇത് തന്നെ ഈ സ്റ്റൊമക്കിൻ്റെ അവസാന ഭാഗത്തും ഇത്തരത്തിലുള്ള സ്പിഞ്ചറുണ്ട്. അപ്പോൾ ഈസോഫാഗിയൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിനകത്ത് പ്രിവെൻറ്റ് സ്റ്റൊമക്ക് ആസിഡ് ഫ്രം ബാക്ക് ഫ്ലോ ഇൻ ടു ദി ഈസോഫാഗസ്. ഈസോഫാഗസിലേക്ക് ബാക്ക് ഫ്ലോ ഇല്ലാതെ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വാൾവാണ് ഈസോഫാഗൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞാൽ. ഇനി അപ്പം ഈസോഫാഗൽ ഫിഞ്ചർ സ്റ്റാർട്ടിംഗ് ആണ്, സ്റ്റൊമക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി സ്റ്റൊമക്കിലേക്ക് വരാം. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ എന്തൊരു ജെ ഷേപ്പ്ഡ് മസ്കുലർ സാക്കാണ്, ഒരു ജെ ഷേപ്പ്ഡ് മസ്കുലർ സാക്കാണ് സ്റ്റൊമക്ക്. ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹാസ് ഇന്നർ ഫോൾഡ്, അതിന് പറയുന്നത് വേണം റുഗ്യൂ എന്ന് പറയും. എന്തിനാണ്? ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഓഫ് ദി സ്റ്റൊമക്ക്. നമുക്ക് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്റ്റൊമക്കിൻ്റെ സർഫസ് ഏരിയ ഇച്ചിരി കൂടെ വലുതാവും. അതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് ഇന്നർ ഫോൾഡുകളുള്ളത്. ആ ഫോൾഡുകളെല്ലാം വരും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ. ശരീരത്തിൽ ഭക്ഷണം ഇല്ലെങ്കിൽ, സ്റ്റൊമക്കിൽ ഭക്ഷണം ഇല്ലെങ്കിലോ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അത്തരത്തിലുള്ള ഒരു സാക്കാണ്, ജെ ഷേപ്ഡ് സാക്കാണ് സ്റ്റൊമക്കിൽ. അതിൻ്റെ ഫങ്ഷനിലേക്ക് വരുമ്പോൾ ഈ സ്റ്റൊമക്കിൽ വെച്ചാണ് മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്? ബൈ churning the bolus and mixing with the gastric juice. അപ്പോൾ സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ പാർട്ടിക്കിൾസ് അത് ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യും. സെക്രേറ്റഡ് ബൈ ദി ലൈനിങ് ഓഫ് സ്റ്റൊമക്ക്. ഇത് ഗ്യാസ്ട്രിക് ജ്യൂസ് എവിടെയാണ് അത് സെക്രേറ്റ് ചെയ്യുന്നത്? സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിലാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സെക്രേറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൗത്ത് വഴി അത് ചെറിയ പാർട്ടിക്കിൾസായിട്ട് ഈസോഫാഗസ് വഴി ആ ചെറിയ ബോൾസായിട്ട് ഇറങ്ങി വരുന്ന ഭക്ഷണത്തെ ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ് മെക്കാനിക്കൽ ഡൈജഷനിൽ വരുന്ന പ്രവർത്തനം. അപ്പം എന്തൊക്കെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, സാൾട്ട് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ മ്യൂക്കസ് ഉണ്ട്. ഇതെല്ലാമാണ് ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്കറിയാം, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നത്. ഹെൽപ്പ് ബ്രേക്ക് ഡൗൺ ദി ഫുഡ് ആൻഡ് കിൽ ബാക്ടീരിയ ദാറ്റ് കം അലോങ് വിത്ത് ദി ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കൂടാതെ തന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയാസിനെല്ലാം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നശിപ്പിക്കുന്നു. ഓക്കെ, ഈ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ്, നമ്മൾ കഴിച്ച് ഈ ഈസോഫാഗസ് വഴി ഇറങ്ങി വരുന്ന ഭക്ഷണത്തിൻ്റെ പാർട്ടിക്കിൾസിന് പറയുന്ന മറ്റൊരു പേരാണ് കൈം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റൊമക്കിലുള്ള എൻസൈമുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഈ സ്റ്റൊമക്കിൽ വരുന്ന എൻസൈമുകൾ ഏതൊക്കെയാണെന്ന് പറയാം. അസിഡിക് എൻവയോൺമെൻ്റ് ആണ് ഉള്ളത് സ്റ്റൊമക്കിനകത്ത് വരുന്നത്. അത് തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സെക്രേഷൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞു ബാക്ടീരിയാസിനൊക്കെ നശിപ്പിക്കുന്നുണ്ട്. കിൽ എനി മൈക്രോബ്സ് ദാറ്റ് ഫൗണ്ട് ഇൻ ദി ബോളസ് ക്രിയേറ്റിംഗ് pH ലെവൽ 2. ഹൈഡ്രോക്ലോറിക് ആസിഡ് pH ലെവൽ 2 ആയിട്ട് നിലനിർത്തും. അത് ആ മൈക്രോബ്സിനെ കിൽ എനി മൈക്രോബ്സ്, നമ്മൾ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോബ്സിനെല്ലാം നശിപ്പിക്കും. ഇനി മ്യൂക്കസ് പ്രിവെൻറ്റ് ദി സ്റ്റൊമക്ക് ഫ്രം ഡൈജഷൻ ഇറ്റ് സെൽഫ്. അപ്പം അറിയാം, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് എങ്ങനെ, സ്റ്റൊമക്കും ചിലപ്പം ഈ ഡൈജഷൻ സെൽഫായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് പോകും. ഈ ആസിഡ് ഇങ്ങനെ നിൽക്കുമല്ലേ ഈ സ്റ്റൊമക്കിനകത്ത്, അത് തടയുന്നതാണ് മ്യൂക്കസിൻ്റെ ധർമ്മം. മ്യൂക്കസ് ഈ സ്റ്റൊമക്കിൻ്റെ വാളുകളിൽ ഒരു മെംബ്രെയിൻ പോലെ നിൽക്കും. അപ്പം സെൽഫായിട്ടുള്ള സെൽഫ് ഡൈജഷനെ തടയും. അതിനാണ് മ്യൂക്കസിൻ്റെ ഫങ്ഷൻ. അടുത്ത് വരുന്ന എൻസൈമിൻ്റെ പേരാണ് പെപ്സിനാണ്. പെപ്സിൻ സെക്രേഷനാണ് വരുന്നത്. എന്താണ് പെപ്സിൻ ചെയ്യുന്നത്? റെസ്പോൺസിബിൾ ടു ഇനിഷ്യേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീനുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ആരാണ്? പെപ്സിനാണ് പ്രോട്ടീനുകളുടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോലൈസ് പ്രോട്ടീൻ ടു ഈൽഡ് പോളിപെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. അത് പോളിപെപ്റ്റൈഡ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി അതിൻ്റെ pH ലെവൽ, സ്റ്റൊമക്കിലെ pH ലെവൽ 2 ആണ്. ഈ ആസിഡിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് സ്റ്റൊമക്കിൻ്റെ pH ലെവൽ 2 ആണ് വരുന്നത്. ആ pH ലെവലിലാകുമ്പോൾ ദി എൻസൈം ഫ്രം ദി സലൈവറി ഗ്ലാൻഡ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഡൗൺ ദി കാർബോഹൈഡ്രേറ്റ്സ്. ഈ pH ലെവൽ 2 ആകുമ്പോൾ എങ്ങനെ പറയുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രേഷൻ കൂടുമ്പോൾ
സലൈവറി ഗ്ലാൻഡുകൾ ഈ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. നമുക്കൊരു അസിഡിക് അവസ്ഥ എന്നൊക്കെ പറയും, അതൊരു അവസ്ഥ, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം സ്റ്റൊമക്കിൽ വരുന്ന എൻസൈമുകൾ പ്രധാനമായിട്ട് വരുന്നത് പെപ്സിനാണ്. പെപ്സിൻ എന്തിനാണ് സഹായിക്കുന്നത്? ബ്രേക്ക് ഡൗൺ പ്രോട്ടീനുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് പെപ്സിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഫസ്റ്റിലെ ഒരു സ്പിഞ്ചറിനെ കുറിച്ച് പഠിച്ചു, ഈസോഫാഗൽ സ്പിഞ്ചറിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ഒരു സ്പിഞ്ചർ കൂടെയുണ്ട്, ഒരു വാൾവ് കൂടെയുണ്ട്. അതിനെ പറയുന്ന പേരാണ് പൈറോളിക് സ്പിഞ്ചർ എന്ന് പറഞ്ഞത്. ഈ പേരൊന്ന് ഓർത്ത് വെക്കണം, 2 സ്പിഞ്ചറുകൾ ഓർത്ത് വെക്കണം. ഒന്ന് ഫസ്റ്റിൽ വരുന്നത് ഈസോഫാഗസിൻ്റെ എൻഡിൽ സ്റ്റൊമക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗത്താണ് ഈസോഫാഗൽ സ്പിഞ്ചർ വരുന്നത്. പൈറോളിക് സ്പിഞ്ചർ വരുന്നത് കൈം മൂവ് ഫ്രം ദി സ്റ്റൊമക്ക് ടു ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഈ കൈം കടക്കുന്ന മൂവ് ചെയ്യുന്ന ഭാഗത്താണ് ഇത്തരത്തിലുള്ള സ്പിഞ്ചർ ഉള്ളത്, പൈറോളിക് സ്പിഞ്ചർ ഉള്ളത്. ഇറ്റ് പാസസ് ത്രൂ എ മസ്കുലർ റിംഗ്ഡ് സ്പിഞ്ചർ കാൾഡ് പൈറോളിക് സ്പിഞ്ചർ. അവിടെയും ഇതേ പ്രവർത്തനം തന്നെയാണ്, തിരിച്ച് ബാക്ക് ഫ്ലോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്പിഞ്ചറുകൾ അവിടെയും ഉള്ളത്. ഓക്കെ, അപ്പോൾ 2 തരം സ്പിഞ്ചറുകളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് ലോവർ ഈസോഫാഗൽ സ്പിഞ്ചറും അതേപോലെ തന്നെ എൻഡ് ഭാഗത്ത് വരുന്നത്, എൻഡ് ഭാഗത്ത് പറഞ്ഞാൽ ചെറുകുടലിലേക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കണക്റ്റ് ആവുന്ന ഭാഗത്ത് വരുന്നത് പൈറോളിക് സ്പിഞ്ചറുമാണ്. ഓക്കെ, സ്റ്റൊമക്ക് ഡു നോട്ട് ഡൈജസ്റ്റ് ഇറ്റ് സെൽഫ്. വൈ? നേരത്തെ പറഞ്ഞു, സ്റ്റൊമക്ക് എന്തുകൊണ്ടാണ് സ്വയമായിട്ട് ഡൈജസ്റ്റ് ആവാത്തത്? അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മ്യൂക്കസ് ഓൾറെഡി സ്റ്റൊമക്കിനകത്തുണ്ട്. ആ മ്യൂക്കസ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സ്റ്റൊമക്കിൻ്റെ സ്വന്തമായ സെൽഫായിട്ട് ഡൈജസ്റ്റ് ചെയ്യാതെ സഹായിക്കുന്നത്. അതിൻ്റെ 3 മെക്കാനിസമാണ് പറയുന്നത്. ഫസ്റ്റ്, ദി സ്റ്റൊമക്ക് ഓൺലി സെക്രേറ്റ് ദി സ്മാൾ എമൗണ്ട് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് അണ്ടിൽ ഫുഡ് ഈസ് പ്രസൻറ്റ്. അതുപോലെ തന്നെ സെക്കൻഡ്, ദി സെക്രീഷൻ മ്യൂക്കസ് കോട്ട് ദി ലൈനിങ് ഓഫ് ദി സ്റ്റൊമക്ക് പ്രൊട്ടക്റ്റിംഗ് ദി ഗ്യാസ്ട്രിക് ജ്യൂസ്. അതാണ് അതിൻ്റെ പ്രധാനമായിട്ട് വരുന്നത്. മ്യൂക്കസ് ആണ് ആ ഒരു കോട്ട് മ്യൂക്കസ് കോട്ട് ലൈനിങ് ദി സ്റ്റൊമക്ക് പ്രൊട്ടക്റ്റിംഗ് ഫ്രം ദി ഗ്യാസ്ട്രിക് ജ്യൂസ്. ആ ഗ്യാസ്ട്രിക് ജ്യൂസിൽ നിന്ന് സ്റ്റൊമക്കിൻ്റെ വാളുകൾ പ്രൊട്ടക്റ്റ് ചെയ്യും, സ്റ്റൊമക്കിനെ സെൽഫായിട്ട് ഡൈജസ്റ്റ് ആവാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്ത് വരുന്നത് ദി തേർഡ് മെക്കാനിസം ഈസ് ടു ഡൈജസ്റ്റീവ് എൻസൈം പെപ്സിൻ ഈസ് സെക്രേറ്റഡ് ഈസ് ആൻ ഇനാക്റ്റീവ് പ്രോട്ടീൻ കാൾഡ് പെപ്സിനോജൻ. Pepsinogen is converted to pepsin in the increased presence of hydrochloric acid. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൻ്റെ അളവ് കൂടുമ്പോൾ ഈ പെപ്സിൻ എന്ത് ചെയ്യുന്നു? പെപ്സിനോജൻ ഈസ് കൺവേർട്ടഡ് ടു പെപ്സിനോജൻ അത് വീണ്ടും പെപ്സിനായിട്ട് കൺവേർട്ട് ആകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതിയിലും സ്റ്റൊമക്കിനെ സെൽഫായിട്ടുള്ള ഡൈജഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. സ്റ്റൊമക്ക് കഴിഞ്ഞു, അടുത്ത് വരുന്ന ഭാഗം ഇൻറ്റസ്റ്റൈനാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനാണ്. അപ്പം മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്? കംപ്ലീറ്റ് ഡൈജസ്റ്റൻസ് ഓഫ് ആൾ മൈക്രോ മോളിക്യൂൾസാണ് റെസ്പോൺസിബിൾ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ആൾ മൈക്രോ മോളിക്യൂൾസിനെ എല്ലാത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ ചെയ്യും. ഇനി അത് ആൻഡ് ദി അബ്സോർപ്ഷൻ ഓഫ് ദെയർ കമ്പണൻസ് മോളിക്യൂൾ എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഗ്ലിസറോള്, ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ്, ഇതെല്ലാം അതിൻ്റെ എല്ലാ അബ്സോർപ്ഷൻ നടക്കുന്നതും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പം ഫുഡിൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ, മാക്രോ മോളിക്യൂൾസിൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അതിൻ്റെ പാർട്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെ 3 പാർട്സുകളാണ് ചെറുകുടലിനുള്ളത്: ഡിയോഡിനം, ജജനം, അതേപോലെ തന്നെ ഇലിയം. 3 പാർട്സുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഡിയോഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഡിയോഡിൻ, ഫസ്റ്റ് പാർട്ട്, അതിൻ്റെ ചെറുകുടലിൻ്റെ ഫസ്റ്റ് പാർട്ടിന് പറയുന്നതാണ് ഡിയോഡിനം. അത് യു ഷേപ്പ്ഡ് ഓർഗനാണ്. ഏകദേശം 30 സെൻറ്റിമീറ്ററോളം അതിന് ലെങ്ത് ഉണ്ട്. അതിൻ്റെ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ഡിയോഡനത്തിൻ്റെ ഷേപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, 3 പാർട്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഉള്ളത്: ഡിയോഡിനം, ജജനം, അതേപോലെ തന്നെ ഇലിയം. അപ്പോൾ ഡിയോഡനത്തിന് നമ്മൾ പഠിച്ചു എന്താണ്? യു ഷേപ്പ്ഡ് ഓർഗനാണ്, ഫസ്റ്റ് പാർട്ടാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ്.
അപ്രോക്സിമേറ്റ്ലി 30 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 30 സെൻറ്റിമീറ്ററോളം മാക്സിമം ഉദ്ദേശം 30 സെൻറ്റിമീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട്. ഇനി എന്താ വരുന്നത്, അതിൻ്റെ ഏരിയ, ദിസ് ഏരിയ കംപ്ലീറ്റ് മോസ്റ്റ് ഓഫ് ദി ഡൈജഷൻ പ്രോസസ്സ്, ആ ഡൈജഷൻ പ്രോസസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇനി എൻസൈം ആർ സെക്രേറ്റഡ് ഇൻ ടു ദി ഡിയോഡിനം ഫ്രം ദി പാൻക്രിയാസ് ആൻഡ് ദി ഗാൾ ബ്ലാഡർ. ദി ഡിയോഡനം ഈസ് ലൈൻഡ് ബൈ ഫോൾഡ് ഓഫ് ടിഷ്യൂ കാൾഡ് വില്ലി. വില്ലി എന്ന് പറയുന്ന ഒരു ടിഷ്യൂസ് ഡിയോഡനത്തിൽ ഉണ്ടാവും. ഓക്കെ, ഇതിന് എന്ത് പറയുന്നത്, വില്ലി ആർ കവേർഡ് ബൈ ദി ഫൈൻ ബ്രഷ് ലൈക്ഡ് മൈക്രോ വില്ലീസും അതേപോലെ തന്നെ മൈക്രോ വില്ലികളുണ്ടാവും. അതെന്താണ് സഹായമാവുന്നതെന്ന് നമുക്ക് തുടർന്ന് പഠിക്കാനുണ്ട്. ദി ഫോൾഡ് ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇൻക്രീസ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ. ഇത്രയും ഈ വില്ലികളാണ് ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ മൈക്രോ മോളിക്യൂൾസിൻ്റെ എല്ലാം അബ്സോർപ്ഷൻ, നമ്മുടെ ഫുഡിൽ വരുന്ന നമുക്ക് പോഷകങ്ങളിലൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഫോൾഡുകളിലുള്ള വില്ലികളിലൂടെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളെല്ലാം നമുക്ക് രക്തത്തിലേക്ക് നമുക്ക് അബ്സോർപ്ഷൻ ചെയ്യുന്നത് ഈ മൈക്രോ വില്ലികളാണ് അതിന് സഹായമാകുന്നത്. ഓക്കെ, അടുത്ത പാർട്ടാണ് വരുന്നത്, ജജനമാണ് വരുന്നത്. ജജനം അപ്രോക്സിമേറ്റ്ലി 2.5 മീറ്റർ ലോങ്. ഡിയോഡനം കഴിഞ്ഞു, അടുത്ത സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അടുത്ത പാർട്ടാണ് വരുന്നത് ജജനം എന്ന് പറയുന്നു. അതിന് എത്രയാണ്, 2.5 മീറ്ററോളം ലെങ്ത്ത് അതിന് കാണപ്പെടുന്നുണ്ട്. ആൾദോ സം ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഹിയർ. ഒരു വിധത്തിലുള്ള ഡൈജഷൻ എല്ലാം ഈ ഒരു ഭാഗത്ത് വെച്ച് കംപ്ലീറ്റ് ആയിട്ടും. ഇറ്റ് ഹാസ് മോർ വില്ലി ആൻഡ് മൈക്രോ വില്ലീസ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും ആ ഇതിൻ്റെ ഇൻറ്റസ്റ്റൈൻ വാളിൽ ഇറ്റ് ഹാസ് മോർ വില്ലി ആൻഡ് മൈക്രോ വില്ലി. ഈ വില്ലികളുടെ നമ്പേഴ്സ് കൂടുതലാണ് ഇവിടെ ഉണ്ടാവുക. ഇറ്റ് റോൾസ് ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസുകളുടെ അബ്സോർപ്ഷനും ജജന ഭാഗത്ത് വെച്ച് കംപ്ലീറ്റ് ആവും. അടുത്ത ഭാഗം വരുന്നത് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ട് വരുന്നത് ഇലിയമാണ്. ഇലിയം എന്താണ് അതിൻ്റെ സവിശേഷത, ഏകദേശം 3 മീറ്ററോളം ലോങ് ആണ് ഇലിയത്തിനുള്ളത്. ഹവർ വില്ലി ആൻഡ് മൈക്രോ വില്ലി ദാൻ ദി അതർ 2 പാർട്സ്. അവിടെ അപ്പം അതിൻ്റെ ലെങ്ത്ത് ഏകദേശം 3 മീറ്ററോളമാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി അവിടെ എന്താണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, ആൾസോ ഒക്കർ, അവിടെയും അബ്സോർപ്ഷൻ നടക്കും. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പുഷിങ് ദി വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ടു ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പം ഈ ജജനത്തിലും വെച്ച് ഈ അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആക്കി അടുത്ത ഈ ഫുഡ് പോകുന്നത് എവിടെ പോകുന്നത്, ഇലിയത്തിലേക്ക് എത്തുമ്പോൾ ഇലിയത്തിൻ്റെ പ്രധാന പാർട്ട് ഇതെന്താണെങ്കിൽ ഫങ്ഷൻ എന്താണെങ്കിൽ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് പുഷ് ചെയ്യുകയാണ് ഇലിയത്തിൻ്റെ ഫങ്ഷൻ വരുന്നത്. അപ്പോൾ ഇലിയത്തിൻ്റെ ഫങ്ഷൻ വരുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് പുഷ് ചെയ്യുന്നു. ഓക്കെ, ചിത്രത്തിലൂടെ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈസോഫാഗസിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട്, അതേപോലെ തന്നെ അവിടെ നമുക്ക് സ്റ്റൊമക്ക് കാണുന്നുണ്ട്, ഡിയോഡിനം കാണുന്നുണ്ട്. കളർ വ്യത്യാസത്തിൽ അവിടെ തന്നെ അതിൻ്റെ ജജനം കാണുന്നുണ്ട്, ഒരു യെല്ലോ കളറിൽ അവിടെ ഇലിയം കാണുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോർഷൻ വരുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനാണ്. അപ്പോൾ നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഫങ്ഷൻസിലേക്ക് ഒന്നുകൂടെ പോവാം. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? 90% ഡൈജഷൻ നടക്കുന്നത്, ഡൈജഷനും അബ്സോർപ്ഷനും എല്ലാം നടക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ വെച്ചിട്ടാണ്. ഓക്കെ, അതിൽ 90% നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി വരുന്നൊരു 10% അത് നടക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 90% നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്, ബാക്കി വരുന്ന 10% ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നത്. ദി മെയിൻ ഫങ്ഷൻ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻ്റ് ആൻഡ് മിനറൽസ് ഫ്രം ഫുഡ്. ന്യൂട്രിയൻസും അതുപോലെ തന്നെ മിനറൽസും അബ്സോർബ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ധർമ്മം. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ചെറുകുടലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ധർമ്മം ന്യൂട്രിയൻസും മിനറൽസിന് അബ്സോർപ്ഷനാണ്. ഇനി പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഫംഗ്ഷനിൽ വരുന്നതാണ് പ്രോട്ടീൻ ഡൈജഷൻ. എന്താണ് പ്രോട്ടീൻ ഡൈജഷനിൽ എന്താ വരുന്നത്? പ്രോട്ടീൻ പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ് ആർ ആക്റ്റഡ് അപ്പോൺ ബൈ എൻസൈംസ് സച്ച് ആസ് ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ.
അപ്പം ഈ പ്രോട്ടീനിൽ പെപ്റ്റൈഡുകൾ, പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ്റ്റൈഡുകളും അതുപോലെ തന്നെ അമിനോ ആസിഡും അത് ചില സമയങ്ങളിൽ ആക്ടാസ് അപ്പോൺ എൻസൈമുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ട്രിപ്സിൻ അതുപോലെ തന്നെ കീമോട്രിപ്സിൻ സെക്രീറ്റഡ് ബൈ പാൻക്രിയാസ്. ദിസ് ബ്രേക്ക് ഡൗൺ ദി സ്മോളർ പെപ്റ്റൈഡ്സ്, അതിനെ സ്മോളർ പെപ്റ്റൈഡായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ലിപ്പിഡ്സിൻ്റെ ഡൈജഷൻ എവിടെ നടക്കുന്നതും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. എൻസൈംസ് ലൈക്ക് ലിപ്പേസ് സെക്രീറ്റഡ് ഫ്രം പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ലിപ്പേസും ആക്ട് ആസ് ഫാറ്റ് ആൻഡ് ലിപ്പിഡ്സ് ഇൻ ഡയറ്റ്സ്. അതിൻ്റെ ആ ലിപ്പേസും ക്യാൻ ബ്രേക്ക് ഡൗൺ ടു ദി സ്മോളർ പാർട്ട് ദാൻ എൻ്റർ ദി ഇൻറ്റസ്റ്റൈനൽ വില്ലി ഫോർ അബ്സോർപ്ഷൻ. ഈ ലിപ്പേസിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷനും നടക്കുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പം ഇപ്പോൾ മനസ്സിലാക്കിയത് എന്താണ്? ഫാറ്റ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ പ്രോട്ടീനും, ഇത് മൂന്നിൻ്റെയും ബ്രേക്ക് ഡൗണും അതുപോലെ തന്നെ അബ്സോർപ്ഷനും ഡൈജഷനും എല്ലാം നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്? നോട്ട്സ് അത് പോയിന്റുകളൊന്ന് വായിച്ച് പോയാൽ മതി. ദി ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ദി ഇന്നർ വാൾ ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം. നമ്മുടെ ഇന്നർ വാൾ, ഇപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇന്നർ വാളുകൾ നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു? വില്ലികളുണ്ട്. ആ വില്ലിയിൽ നിന്നാണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. അത് എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അത് കളക്ട് ആവുന്നുണ്ട്. ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ബൈ പ്രോസസ് ഈ സിമ്പിൾ പാസീവ് ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, പ്രൈമറി ആക്റ്റീവ് സപ്പോർട്ട് ഓർ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇതാണ് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ പേരാണ്. ഏതൊക്കെയാണ്? സിമ്പിൾ അല്ലെങ്കിൽ പാസീവ് ഡിഫ്യൂഷനിലാണ് ഒരു പ്രോസസ്സാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് കോമൺലി റിലേ അപ്പോൺ, അതേപോലെ തന്നെ ലിപ്പിഡ്സ് അണ്ടർഗോ പാസീവ് ഓർ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ലിപ്പിഡ്സ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഡിഫ്യൂഷൻ വഴിയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അമിനോ ആസിഡുകളുടെ അബ്സോർപ്ഷൻ നടക്കുന്നത് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഗ്ലൂക്കോസ് വരുന്നത് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. ഫ്രാക്ടോസ് വരുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് അബ്സോർപ്ഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി എന്താണ് ഇനി അടുത്ത് വരുന്നത് അതർ അബ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്തൊക്കെയാണ്? വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഏകദേശം 80% വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതിൻ്റെ ബാലൻസ് വരുന്നത് 90% നടക്കുന്നതും ബാലൻസ് 10% നടക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. റിമൈനിങ് 10% എക്സ്ക്രീറ്റ് ഇൻ ടു ദി ഫീസസ്. ബാക്കി ഒരു 10% നമുക്ക് ഫീസസ് വഴി ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത് 80% സ്മോൾ ഇൻറ്റസ്റ്റൈനും 10% ലാർജ് ഇൻറ്റസ്റ്റൈൻ, ബാക്കി വരുന്ന 10% ഫീസസ് വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റുകളുടെയും വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും എല്ലാം അബ്സോർപ്ഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞാൽ അടുത്ത പാർട്ട് വരുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുമ്പോൾ അതിന് നമുക്ക് അതിൻ്റെ പാർട്ടുകൾ എന്താണെന്ന് നോക്കാം. സിസിഎം, കോളോൺ, അതുപോലെ തന്നെ റെക്ടം. 3 മേജറായിട്ടുള്ള പാർട്ടുകളാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ളത്. അതിൽ ഈ കോളോണിൽ തന്നെ നമുക്ക് അസെൻഡിങ് കോളോൺ ഉണ്ട്, ട്രാൻസ്വേഴ്സ് കോളോൺ ഉണ്ട്, ഡിസെൻഡിങ് കോളോൺ ഉണ്ട്, സ്റ്റിഗ്മോയിഡ് കോളോൺ ഉണ്ട്. അതൊരു 4 സബ് ഡിവിഷനും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ലാർജ് ഇൻറ്റസ്റ്റൈൻ കമ്പോസ്ഡ് ഓഫ് സെവറൽ വെരി ഡിസ്റ്റിങ്ക്റ്റീവ് പാർട്സ്. ഏതൊക്കെയാണ്? സിസിഎം, കോളോൺ, അതുപോലെ തന്നെ റെക്ടം. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പോകാം. സിസിഎം എന്താണ്? സിസിഎത്തിന് എന്താണ് പ്രത്യേകത? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ വൻകുടലിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സിസി എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു പൗച്ച് പോലെയാണ് കാണപ്പെടുന്നത്. അതിന് ഏകദേശം ഒരു 2 ഇഞ്ചോളം ലോങ് ആണ്. 2 ഇഞ്ചോളം നീളമുണ്ട്. ഒരു പൗച്ച് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സിസിഎം. ഓക്കെ, അതിൻ്റെ റോൾ എന്താണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ധർമ്മത്തിലേക്ക് പോകുമ്പോൾ ടേക്കിംഗ് ദി ഡൈജസ്റ്റഡ് ലിക്വിഡ് ഫ്രം ദി ഇലിയം. അപ്പോൾ നമ്മൾ പഠിച്ച ഇലിയമാണ്
ഈ ഡൈജസ്റ്റ് ചെയ്തിരിക്കുന്ന ഫുഡ് ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ടേക്കിംഗ് ഡൈജസ്റ്റഡ് ലിക്വിഡ്സ് ഫ്രം ദി ഇലിയത്തിൽ നിന്ന് ലിക്വിഡ്സ് കളക്ട് ചെയ്യുന്നത്, സ്മോൾ ഇൻഡസ്ട്രീൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ഇലിയത്തിൽ നിന്ന് ഈ ലിക്വിഡ്സ് കളക്ട് ചെയ്യുന്നത് സീസിയത്തിലേക്കാണ്. പാസസ് ഇൻ ടു ദി കൊളോണിലേക്ക് പാസ് ചെയ്യുന്നതും സീസിയമാണ്. അപ്പം ഇനി സീസിയം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൊളോണാണ്. ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മേജർ സെക്ഷൻ ഓഫ് ദി ലാർജ് ഇൻഡസ്ട്രിയാണ്, നമ്മുടെ വൻകുടലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു സെക്ഷനാണ് കൊളോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷനാണ് അതിൻ്റെ പ്രധാന ഫംഗ്ഷൻ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആവശ്യമെങ്കിൽ സാൾട്ട്, അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അതും ലാർജ് ഇൻഡസ്ട്രിയിൽ വെച്ച് അബ്സോർബ് ചെയ്യും. അതിൻ്റെ കമ്പോണൻസിലേക്ക് വരുമ്പോൾ 4 പാർട്ടാണ് കൊളോണിൻ്റെ കമ്പോണൻസ്. അസെൻഡിങ് കൊളോൺ, ട്രാൻസ്വേഴ്സീവ് കൊളോൺ, ഡിസെൻഡിങ് കൊളോൺ, അതേപോലെ തന്നെ സിഗ്മോയിഡ് കൊളോൺ. ചിത്രത്തിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അസെൻഡിങ് കൊളോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് പോകുന്നതും, ട്രാൻസ്വേഴ്സ് കൊളോൺ എന്ന് പറഞ്ഞാൽ പാരലായിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതും, അതേപോലെ തന്നെ ഡിസെൻഡിങ് കൊളോൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുന്നതും, സ്റ്റിഗ്മോയിഡ് കൊളോൺ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു എസ് ഷേപ്പിൽ താഴെ റെക്റ്റത്തിലേക്ക് കണക്റ്റ് ആവുന്നതാണ് സിഗ്മോയിഡ് കൊളോൺ എന്ന് പറഞ്ഞാൽ. അപ്പം കൊളോണിൻ്റെ ഇപ്പം 4 ടൈപ്പാണ് പറയുന്നത്, 4 പാർട്ടാണ് പറയുന്നത്. അസെൻഡിങ് കൊളോൺ, ട്രാൻസ്വേഴ്സീവ് കൊളോൺ, അതുപോലെ തന്നെ ഡിസെൻഡിങ് കൊളോണും സിഗ്മോയിഡ് കൊളോണും എന്ന് പറഞ്ഞാൽ. അസെൻഡിങ് കൊളോണിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് പോർഷൻ ഓഫ് ദി കൊളോണിൻ്റെ ഫസ്റ്റ് പോർഷനാണ് അസെൻഡിങ് കൊളോൺ. പുഷസ് എനി അൺഡൈജസ്റ്റഡ് ഡിബ്രീസ് അപ്പ് ഫ്രോം ദി സീസിയത്തിൽ നിന്ന് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, അൺഡൈജസ്റ്റഡ് ഡിബ്രീസ് എന്ന് പറയുന്നത് ദഹിക്കാത്ത എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ പുഷ് ചെയ്യുന്നത് അസെൻഡിങ് കൊളോണാണ്. ജസ്റ്റ് അണ്ടർ ദി റൈറ്റ് ലോവർ എൻഡ് ഓഫ് ദി ലിവറിൻ്റെ താഴെ ഭാഗത്താണ് ഈ അസെൻഡിങ് കൊളോൺ കാണപ്പെടുന്നത്. ട്രാൻസ്വേഴ്സീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പോർഷനാണ്. ഇതുപോലെ തന്നെ ട്രാവലിംഗ്, ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് ട്രാവലിംഗ് ചെയ്യുന്നത് ഈ അസെൻഡിങ് കൊളോണിലൂടെയാണ്. ഇനി മൂന്നാമത് വരുന്ന ഡിസെൻഡിങ് കൊളോൺ എന്ന് പറയുമ്പോൾ ഇത് തേർഡ് പോർഷനാണ് വരുന്നത്. പുഷ് ഇറ്റ്സ് ദി കണ്ടൻറ്റ് ഫ്രം ദി ഡൗൺ ടു ദി ലോവർ ലെഫ്റ്റ് സൈഡ്. അത് താഴേക്ക് താഴേക്ക് വരുന്നത് പുഷസ് ഇറ്റ് കണ്ടൻസ് ഫ്രം ഡൗൺ ടു ദി ലോവർ സൈഡ് ഓഫ് യുവർ അബ്ഡോമിൻ്റെ താഴേക്ക് പുഷ് ചെയ്യുന്നതാണ് ഡിസെൻഡിങ് കൊളോൺ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അടുത്ത ഭാഗം വരുന്നത് ഫൈനൽ സ്റ്റേജാണ് വരുന്നത്. എസ് ഷേപ്ഡ് ലെങ്ത് ഓഫ് കൊളോൺ, അതിന് പറയുന്നതാണ് സിഗ്മോയിഡ് കൊളോൺ എന്ന് പറയുന്നത്. എംറ്റീസ് ഇൻ ടു ദ റെക്റ്റത്തിലേക്ക് എംറ്റി ആവുന്ന ഭാഗമാണ് സിഗ്മോയിഡ് കൊളോൺ. ഈ കൊളോൺ വഴി അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ നിന്നാണ് ഇപ്പോൾ 10% വാട്ടർ അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ സാൾട്ട് അബ്സോർപ്ഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇനി റെക്റ്റം ലാസ്റ്റ് പാർട്ടാണ്. റെക്റ്റം ഫൈനൽ സെക്ഷനാണ്. മെഷർഡ് 1 to 1.6 ഇഞ്ച് പറയുന്നുണ്ട്. ലെഫ്റ്റ് ഓർ വേസ്റ്റ് കളക്റ്റഡ് ദെയർ, ലാസ്റ്റ് വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്നത് റെക്റ്റത്തിലാണ്. എക്സ്പാൻഡിങ് ദി റെക്റ്റം എംപ്റ്റി ത്രൂ ആനസ് വഴി ഈ എക്സ്പാൻഡിങ് ദി റെക്റ്റം അത് ആനസ് വഴി ആ വേസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. ഇത് ദഹനേന്ദ്ര വ്യവസ്ഥയുടെ മൗത്ത് ടു റെക്റ്റം എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ വാട്ടർ അബ്സോർപ്ഷനാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ വരുന്നത്. വൺ ഓഫ് ദി പ്രൈമറി ഫംഗ്ഷൻ ഇസ് അബ്സോർബ് വാട്ടർ. അല്ലേ, പ്രിപ്പയർ ദി വേസ്റ്റ് ആസ് എ സോളിഡ് സ്റ്റൂൾ ദാറ്റ് വിൽ എക്സ്പെൽഡ് ഫ്രം ദി ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ സോളിഡ് സ്റ്റൂളായിട്ട് അത് പുറത്തു പോകാൻ വേണ്ടിയിട്ടും സഹായകരമാണ്. ഇനി വിറ്റാമിനുകൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബെനിഫിഷ്യൽ ബാക്ടീരിയ റോൾ ബ്രേക്കിംഗ് ഡൗൺ ദി അൺഡൈജസ്റ്റഡ് ഷുഗർ ആൻഡ് ഫൈബർ ഇൻ ടു ദി ഫാറ്റി ആസിഡ്. ഓക്കെ, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഷുഗറും അതുപോലെ തന്നെ ഫൈബറും ഇൻ ടു ഫാറ്റി ആസിഡുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ബ്രേക്ക് ഡൗൺ അൺഡൈജസ്റ്റഡ് ഷുഗർ ആൻഡ് ഫൈബേഴ്സ് ഇൻ ടു ഫാറ്റി ആസിഡുകൾ. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ ധർമ്മങ്ങളാണ് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ പ്രൊഡ്യൂസ് മെനി വിറ്റാമിൻസ് വിച്ച് ആർ വിറ്റാമിൻ കെ ആൻഡ് ബയോട്ടിൻ ദാറ്റ് ആർ അബ്സോർബ്ഡ് ബാക്ക് ഇൻ ടു ദി ബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യുന്നതും
ലാർജ് ഇൻറ്റസ്റ്റൈൻ വഴിയാണ്. വിറ്റാമിൻ കെയും അതുപോലെ തന്നെ ബയോട്ടിൻ. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ റെഡ്യൂസ് അസിഡിറ്റി റെഡ്യൂസ് ചെയ്യുന്നതും ലാർജ് ഇൻറ്റസ്റ്റൈനാണ്. അങ്ങനെ ഇത് ഫാറ്റി ആസിഡ് കോസ് അസിഡിക് എൻവയോൺമെൻറ്റ്. ഫാറ്റി ആസിഡാണ് അസിഡിക് എൻവയോൺമെൻറ്റിന് കാരണമാകുന്നത്. എൻ്റെ ഇത് എല്ലാം പ്രൊഡ്യൂസ് ദി ആൽക്കലൈൻ സൊല്യൂഷൻ. ലാർജ് ഇൻറ്റസ്റ്റൈനാണ് അത് ആൽക്കലൈൻ സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ദി അസിഡിറ്റി ആൻഡ് ബാലൻസ് പി എച്ച് ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതിൻ്റെ ഈ ആൽക്കലൈൻ സൊല്യൂഷനാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിലത്തെ അസിഡിറ്റി ആൻഡ് ബാലൻസ് പി എച്ച് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ പ്രൊട്ടക്റ്റ് ഫ്രം ഇൻഫെക്ഷൻസ് നിന്ന് സഹായിക്കുന്നുണ്ട്. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫംഗ്ഷനാണ് പ്രൊട്ടക്ഷൻ ഫ്രം ഇൻഫെക്ഷൻസ്. ദി മ്യൂക്കസ് ലൈനിങ് ഓഫ് ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ ആക്ട് ആസ് പ്രൊട്ടക്റ്റീവ് ലെയർ. മ്യൂക്കസ് ഒരു ലൈനിങ് ആണ് പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രിവെൻറ്റ് ദി ഹാംഫുൾ ബാക്ടീരിയ ഫ്രം ബീയിങ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദി ബോഡി. ഇവിടെ റീഅബ്സോർപ്ഷൻ നടക്കുമെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് എന്തെങ്കിലും ഹാംഫുള്ളായിട്ടുള്ള ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് നമ്മുടെ ഇൻഫെക്ഷനിൽ നിന്ന് സഹായിക്കുന്നതും ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഇനി പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൾസോ പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് ഹെൽപ്പ് ടു ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലാർജ് ഇൻറ്റസ്റ്റൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ബിലീവേഡ് ദാറ്റ് ദി അപ്പൻഡിക്സ് മേ ഹാവ് ബീൻ മേജർ പ്രൊഡ്യൂസർ ഓഫ് ആൻറ്റിബോഡീസ് അറ്റ് സം പോയിന്റ് ഇൻ ടു ദി എവല്യൂഷണറി പ്രോസസ്സ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. നമ്മുടെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഹെൽപ്പ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇപ്പോൾ മൗത്ത്, അതേപോലെ തന്നെ ഈസോഫാഗസ്, മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, അതുപോലെ തന്നെ അവിടെ നമ്മൾ 2 സ്പിഞ്ചർ പഠിച്ചു. പിന്നെ ഡിയോഡിനം, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മേജർ പാർട്ടുകളാണ്. ഇനി അതിൻ്റെ സപ്പോർട്ടീവായിട്ട് അസസറി ഓർഗൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടെയാണ് നമുക്കതിൻ്റെ കൂടെ പഠിച്ചു പോകേണ്ടതാണ്. കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സിസ്റ്റങ്ങളും ഉണ്ട്. മറ്റ് ഓർഗൻസിനും കൂടി സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ദി അസസറി ഓർഗൻസിലേക്ക് വരുന്നതാണ്. എന്തൊക്കെയാണ്? സപ്പോർട്ട് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം ബട്ട് നോട്ട് പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് വരില്ല. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ മൗത്ത്, ഈസോഫാഗസ്, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇത്രയാണ് ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ അതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ദീസ് ഓർഗൻസ് സെക്രീറ്റ് ഫ്ലൂയിഡ് ഇൻ ടു ദി ഡൈജസ്റ്റീവ് ട്രാക്ക് ആൻഡ് ആർ കണക്റ്റീവ് ബൈ ഡക്റ്റ്. ഈ ഇത്തരത്തിലുള്ള ഓർഗൻസ് എന്തൊക്കെയാണ്? ദി അസസറി ഓർഗൻസിൽ എന്തൊക്കെയാണ്? ലിവർ, ഗാൾ ബ്ലാഡർ, പാൻക്രിയാസ്. ഇവർ സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡുകൾ ഈ ഡൈജഷനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അത് അത്യാവശ്യമായിട്ടുള്ള ഫ്ലൂയിഡുകൾ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സപ്പോർട്ടീവായിട്ടുള്ള അസസറി ഓർഗൻസിനെ കൂടെ പഠിച്ചു പോകേണ്ടത്. എന്തൊക്കെയാണ്? ലിവർ, ഫസ്റ്റിലെ വരുന്നത് ലിവറാണ്. ലാർജ് ഓഫ് ദീസ് ഓർഗൻസ്, ഈ ഓർഗൻസിൽ ഈ പറഞ്ഞിരിക്കുന്ന അസസറി ഓർഗൻസിൻ്റെ ഏറ്റവും വലുതാണ് ലിവർ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വലിയ ഓർഗനാണ് ലിവർ വരുന്നത്. ഏകദേശം 1.5 കിലോഗ്രാം അതിൻ്റെ ഭാരം വരുന്നുണ്ട്. അവിടെയാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലിവർ പ്രൊഡ്യൂസസ് ബൈൽ. അതായത് ഗ്രീനിഷ് പിഗ്മെൻറ്റ് എടുത്ത് ബൈൽ പിഗ്മെൻറ്റ് ആൻഡ് ബൈൽ സാൾട്ട്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ബ്രേക്ക് ഡൗൺ ഓൾഡ് റെഡ് ബ്ലഡ് സെൽസ്. RBCയുടെ RBCയെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ലിവറിൽ വെച്ചിട്ടാണ് RBC ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബൈൽ ഇപ്പം അതിൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായാലും ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ലിവറാണ്. അടുത്ത വരുന്നത് ഗാൾ ബ്ലാഡറാണ്. ആ ചിത്രത്തിൽ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഒരു പച്ച കളറിൽ കാണുന്നുണ്ട്. അതൊരു സ്റ്റോറേജ് സാക്കാണ്. ഇത് ബൈൽ ഈ സെക്രേറ്റഡ് അതിലാണ് ഈ ബൈൽ ഈസ് സെക്രേറ്റഡ് ഇൻ ടു ഇറ്റ്. ദി ബൈൽ ഈസ് സ്റ്റോർഡ് ഹിയർ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഫുഡ് കണ്ടെയ്നിങ് ഫാറ്റ് എൻ്റർ ദി ഡൈജസ്റ്റീവ് ട്രാക്ട്. നമ്മുടെ ഭക്ഷണത്തിലുള്ള ഫുഡിൽ ഫാറ്റ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ സാൾട്ട് ആർ സെക്രേറ്റഡ് ഇൻ ടു ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടു ഡൈജസ്റ്റ് ഫാറ്റ്.
ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാൾട്ട് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. ദി ബൈൽ എമൽസിഫൈ ഫാറ്റ് ഇൻ ദി പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ്. അതാ പറയുന്നത്, അതാണ് ബൈലിൻ്റെ ധർമ്മം എന്ന്. ബൈൽ എമൽസിഫൈഡ് ഫാറ്റ് ഇൻ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ദെർബൈ അസസിങ് ദെയർ അബ്സോർപ്ഷൻ. അപ്പോൾ ഫാറ്റിൻ്റെ അബ്സോർപ്ഷനും കൂടെ സഹായമാവുന്നുണ്ട്. അടുത്ത് വരുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്താണ് ചെയ്യുന്നത്? പാൻക്രിയാസ് സെക്രേറ്റ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് എൻസൈം ഇൻ ടു ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മൾ ചെറുകുടലിലേക്ക് ഏതൊക്കെയാണ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് എൻസൈംസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. റോൾ ടു ദി ഡൈജസ്റ്റീവ് എന്തിൻ്റെയൊക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഡൈജസ്റ്റിനെ സഹായിക്കുന്നത് പാൻക്രിയാസ് സെക്രേറ്റ് ചെയ്യുന്ന എൻസൈമുകളാണ്. ഓക്കെ, അപ്പോൾ റോൾ ടു ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻ കംപ്ലീറ്റ്ലി. ഓക്കെ, ഇറ്റ്സ് ആൾസോ സെക്രേറ്റ് ബൈകാർബണേറ്റ് അയൺ. ഇതിൻ്റെ റോളിലേക്ക് വരുമ്പോൾ ന്യൂട്രലൈസ് ദി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫ്രം ദി സ്റ്റൊമക്ക്, ചേഞ്ച് ദി pH ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടു pH ഓഫ് 8. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട് എന്ത് അത് നമ്മുടെ സ്റ്റൊമക്കിൽ. അപ്പോൾ അതിൻ്റെ pH ലെവൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ pH ലെവൽ എപ്പോഴും 8 ആയിട്ട് നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ പാൻക്രിയാസ് വിൽ സെക്രേറ്റ് അബൌട്ട് 1.0 ലിറ്റർ ഓഫ് പാൻക്രിയാറ്റിക് ഫ്ലൂയിഡ് പെർ ഡേ. ഒരു ദിവസം 1.0 ലിറ്റർ ഓഫ് പാൻക്രിയാറ്റിക് ഫ്ലൂയിഡ് ഒരു ദിവസം പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അനട്ടമി ഫിസിയോളജിയിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ഓരോ ചിലപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ വന്നിരിക്കാം. അപ്പോൾ നമ്മൾ ഓരോ സിസ്റ്റത്തിൻ്റെയും അത് പഠിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് തന്നിരിക്കുന്ന MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് പഠിച്ചു വരുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഈ ക്ലാസ്സുകൾ കൂടെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഇന്ന ഭാഗത്ത് ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സുകൾ വളരെ ചുരുക്കത്തിലാണ് ക്ലാസ്സുകൾ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കൂടെ ചോദ്യോത്തരങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഈ ക്ലാസ്സുകൾ കുറച്ചുകൂടി സഹായമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത സിസ്റ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.